ക്ലോഡിയസ് ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് വിശുദ്ധ മാരിയൂസിനൊപ്പം ക്രിസ്ത്യാനികളെ സഹായിച്ചിരുന്ന വിശുദ്ധനായിരുന്നു വാലന്റൈൻ. സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്ലോഡിയസ് ചക്രവർത്തി വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി. അവിവാഹിതനായവൻ വിവാഹിതനേക്കാൾ ഒരു നല്ല പടയാളിയായിരിക്കുമെന്ന വിശ്വാസത്തിൽ അദ്ദേഹം യുവാക്കളെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. എന്നാൽ വാലന്റൈൻ ഈ ഉത്തരവിനെ എതിർക്കുകയും യുവാക്കളെയും യുവതികളെയും രഹസ്യമായി തൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി വിവാഹമെന്ന കൂദാശ വഴി ഒന്നാക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ചക്രവർത്തി വിശുദ്ധനെ ബന്ധനസ്ഥനാക്കി തൻ്റെ മുൻപിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തെ വധിക്കുന്നതിന് പകരം റോമൻ വിഗ്രഹാരാധനാ സമ്പ്രദായത്തിലേക്ക് പരിവർത്തനം ചെയ്യാനാണ് ചക്രവർത്തി ശ്രമിച്ചത്. എന്നാൽ വാലന്റൈൻ ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചക്രവർത്തിയെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ കുപിതനായ ചക്രവർത്തി അദ്ദേഹത്തെ വധിക്കാൻ ഉത്തരവിറക്കി. വിശുദ്ധൻ തടവറയിലായിരുന്നപ്പോൾ കാരാഗൃഹ സൂക്ഷിപ്പുകാരനായ അസ്റ്റേരിയൂസും അദ്ദേഹത്തിൻ്റെ അന്ധയായ മകളും വിശുദ്ധനോട് അനുകമ്പ കാണിച്ചിരുന്നു. അന്ധയായ മകളുമായി നല്ല സൗഹൃദത്തിലായ വിശുദ്ധൻ അവൾക്ക് സന്ദേശങ്ങൾ നൽകിയിരുന്നു. തൻ്റെ കാരാഗൃഹവാസത്തിൻ്റെ അവസാനം വിശുദ്ധൻ അവരെ രണ്ടുപേരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. വിശുദ്ധൻ തൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവളുടെ കാഴ്ചശക്തി തിരികെ കൊടുത്തു എന്നും പറയപ്പെടുന്നു. വിശുദ്ധൻ കൊല്ലപ്പെടുന്നതിന് തലേ ദിവസം രാത്രിയിൽ വിശുദ്ധൻ പെൺകുട്ടിക്ക് ഒരു വിടവാങ്ങൽ സന്ദേശം നൽകി. അതിന് താഴെ ഫ്രം യുവർ വാലന്റൈൻ എന്ന് ഒപ്പിടുകയും ചെയ്തു. ഇത് ഇന്നും പ്രചാരത്തിൽ നിൽക്കുന്ന AD 273 ഫെബ്രുവരി 14 അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം. ഫെബ്രുവരി 14 സ്നേഹം കൈമാറുന്ന ദിനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ അടക്കം ചെയ്ത ദേവാലയം 4-ാം നൂറ്റാണ്ട് മുതലേ പ്രസിദ്ധിയാർജിച്ചിരുന്നു. പ്രതിശ്രുത വധൂവരന്മാരുടെ മധ്യസ്ഥൻ എന്നും വിശുദ്ധ വാലന്റൈൻ അറിയപ്പെടുന്നു.